ഇതൊരു യാത്രയുടെ കഥയാണ്, വേറൊന്നുമല്ല. ഒരു വർഷപൂജയ്ക്ക് പോയ കഥ. ഞാനും ശ്രീയും നമ്മുടെ സ്വന്തം പ്രവീണും കൂടിയിട്ട് കൊടുവായൂർ വെച്ച് നടന്ന ഒരു വർഷപൂജയ്ക്ക് പോയ കഥയാണ്. പിന്നൊരു കാര്യം, വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ സിനു കന്യയുടെ 3ാമത്തെ വർഷപൂജയ്ക്കാണ് വന്നിരിക്കുന്നത്. വർഷപൂജ പറയുന്നത് നമ്മളെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷൻ നിന്നും സ്ത്രീയായി മാറുന്ന സർജറി എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ജൽസ ഫംഗ്ഷൻ. ആ ജൽസ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷപൂജ, 2ാമത്തെ വർഷപൂജ, 3ാമത്തെ വർഷപൂജ, അങ്ങനെ 3 വർഷപൂജ നമ്മൾ ചെയ്യാറുള്ളത്. ചിലവർ 5 വർഷപൂജ ചെയ്യാറുണ്ട്, 7 അതിലൊക്കെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ സിനു കന്യൻ്റെ 3ാമത്തെ വർഷം സർജറി കഴിഞ്ഞ് ഒരു സ്ത്രീയായി മാറിയിട്ട് 3ാമത്തെ വർഷമാണിത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി മാതയ്ക്ക് പൂജ ചെയ്ത് ഒരു കല്യാണ പെണ്ണായിട്ട് വന്ന് നമ്മളെല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ സിനുവിൻ്റെ ഇപ്പം നടക്കുന്നത്. 3ാമത്തെ വർഷപൂജ അതുപോലെ അവസാനത്തെയാണ്. ഇത് കഴിഞ്ഞ് വർഷപൂജ ഇല്ല. പിന്നെ നമ്മളെ നമ്മുടെ വർഷം ഏകദേശം ഒരു ഉദാഹരണം പറയണത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വർഷം തികയുന്നത്, അതുപോലെ അങ്ങനെയുള്ള ഫംഗ്ഷനാണ്. ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ജൽസ, അതുപോലെ വർഷപൂജയെല്ലാം. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുമ്പോൾ അടിപൊളിയായിട്ട് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇവിടെ അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റിയും അതുപോലെ പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും സിനു കന്യയ്ക്ക്. താങ്ക് യു സോ മച്ച്. അതെ, ജീവിതത്തിൽ ആദ്യമായി ഞാൻ പങ്കെടുത്ത ഒരു വർഷപൂജയുടെ കഥയാണിത്. നമ്മുടെ സ്വന്തം സിനു കന്യയുടെ വർഷപൂജയാണിത്. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേരവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും സുഹൃത്തുക്കളും കുടുംബക്കാരും എല്ലാവരും ചേർന്ന് നല്ലൊരു ആഘോഷത്തിൻ്റെ മൂഡിലായിരുന്നു. എന്തായാലും പരിപാടിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും. കാരണം ഇത്തരമൊരു കാഴ്ചയിലേക്ക് എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഒക്കെ ക്ഷണിച്ച് നമ്മുടെ സിനുവിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാഴ്ചകളൊന്ന് കണ്ടു നോക്ക്. പിന്നെ ഈ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ. പൊതുസമൂഹം, ആ സമൂഹം, ഈ സമൂഹം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ട ആരും എൻ്റെ ഈ വീഡിയോയിലില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായിട്ട് തന്നെ കണ്ടു വേണം ഈ ഒരു വീഡിയോ മുഴുവനും നിങ്ങൾ കാണാൻ. ഇത് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനായി കണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആസ്വദിക്കാൻ കുറേ കാഴ്ചകളുണ്ട്. അപ്പം അങ്ങനെ കാത്തിരുന്ന് സിനു വേദിയിലെത്തി. സിനുവിൻ്റെ കയ്യിലൊക്കെ മൈലാഞ്ചി ഇടുകയും, അതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൽദി ഫംഗ്ഷൻ പോലെ ഒരു ചടങ്ങാണത്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ സിനുവിനെ കൂട്ടുകാരികളെല്ലാവരും അലങ്കരിച്ച് കൈകളിൽ മൈലാഞ്ചിയിട്ട് ഒരുപാട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്, പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വളരെ ലളിതമായ എന്നാൽ വളരെ വലിയ ഒരു ചടങ്ങ് തന്നെയായിരുന്നു സിനു കന്യയുടെ വർഷപൂജ. പരിപാടിയിൽ എനിക്ക് പരിചയമുള്ള നമ്മുടെ സ്റ്റെല്ലയും നമ്മുടെ നിയാഷ വാവ, അറിയില്ലേ, വാവുമായിട്ട്. അപ്പം നിയാഷയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാതിരുന്ന് കാണണം. ഈ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, സമൂഹത്തിൽ നിന്നും എന്തിനേറെ പറയുന്നു സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ ഒരുപാട് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇന്നും. പക്ഷേ നമ്മൾ അവിടെ കാണുമ്പോൾ നമ്മുടെ കൂടെ എന്തിനേറെ പറയുന്നു ഒരുപാട് സുഹൃത്തുക്കൾ, വളരെ നല്ല സുഹൃത്തുക്കൾ എന്തിനും ഏതിനും ഓടി നടന്നുകൊണ്ട് ആ പരിപാടി വളരെ ഒരു വലിയ ഗംഭീര വിജയമാക്കി തീർക്കുവാൻ സിനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന പാലക്കാടിൻ്റെ സ്വന്തം രമ്യ പാലക്കാട് നീതി എന്ന് പറയുന്ന സിനിമയിലെ നായികയാണ്. അപ്പോൾ നീതി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറും അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൽ ഇന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും വർഷപൂജ പോലെയുള്ള ഒരുപാട് വലിയ ചടങ്ങുകളും അതുപോലെ ആ കൂട്ടായ്മയുടെ ഒരു വിജയവും കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു പരിപാടി തന്നെയായിരുന്നു സിനുവിൻ്റെ ഈ വർഷപൂജ. കുടുംബക്കാരും കൂട്ടുകാരും അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ എല്ലാവരും കൂടിച്ചേർന്ന് സിനുവിൻ്റെ വർഷപൂജ അതിഗംഭീരമായി തന്നെ ഞങ്ങൾ ആഘോഷിച്ചു. പിന്നെ ഒരു കാര്യം, വീഡിയോ വരുന്നത് കുറച്ചധികം വൈകിയാണ്. പക്ഷേ എങ്കിലും അവരുടെ ഡാൻസിലും പാട്ടിലും എല്ലാം ഒരു പുതുമ എന്ന് നിലനിർത്തുന്നവരാണ് നമ്മുടെ സ്വന്തം സിനുവും കൂട്ടുകാരും. അത് നിങ്ങൾക്ക് ഈ ഡാൻസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. വന്നു നമ്മുടെ നിയാഷ വാവ, അതെ സ്വന്തം വാവുമായിട്ടേ. കാര്യം സിനുവിൻ്റെ ഫംഗ്ഷനാണ് എങ്കിൽ പോലും അവിടെ സിനുവിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് നമ്മുടെ നിയാഷയും സ്റ്റെല്ലയും അതുപോലെ കാർത്തികയും
അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് സത്യം പറഞ്ഞാൽ സിനുവിനെ അന്നത്തെ ദിവസം ഒന്ന് സൈഡാക്കി. വേറൊന്നുമല്ല, അടിപൊളി ഡാൻസ് ആയിരുന്നു. ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ഒരു ഡാൻസ് തന്നെ. വേദിയിൽ അലങ്കരിച്ചിരിക്കുന്ന സിനുവിനെ കണ്ടാലും എല്ലാ ജനങ്ങളുടെയും മുഖത്ത് ഒരു അത്ഭുതവും അതുപോലെ ഒരു അന്താളിപ്പും. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ആദ്യമായിട്ട് വർഷപൂജ കാണുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തായാലും സിനുവിനെയും സിനുവിൻ്റെ മമ്മിയെയും അതുപോലെ എല്ലാവരും സിനുവിനെ വന്ന് കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും വായിൽ മധുരം വെച്ച് കൊടുക്കുകയും കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയും എല്ലാവരും കൂടി ചേർന്ന് പരിപാടി അങ്ങോട്ട് ഗ്രാൻഡാക്കി. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചുന്നേ. അങ്ങനെ എല്ലാവരുടെയും സ്നേഹപ്രകടനത്തിനൊടുവിൽ സിനുവിന് കൊടുക്കാനുള്ള സമ്മാനങ്ങളുമായി സിനുവിന്റെ മമ്മി വേദിയിലേക്ക് എത്തി. പിന്നെ അതിലേക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളുടെ പരിപാടി സ്വന്തനിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സൗഖ്യമായതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവരും പരിചിതരായതുകൊണ്ടും ഈ ചടങ്ങിൽ വന്നു. പിന്നെ സ്വർണ്ണ മൂക്കൂട്ടി കഴുത്തിൽ അങ്ങനെയുള്ള വെച്ച, പിന്നെ വീട്ടി വെള്ളി കൊടുത്തു, പിന്നെ നമുക്ക് അങ്ങനെയുള്ള ആഭരണങ്ങളും മറ്റു വസ്ത്രങ്ങളും. ഇനി ആരെങ്കിലും ഹൽദിക്ക് മണ്ണ് നീക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്ന് അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ സമ്മാനമൊക്കെ ഏറ്റുവാങ്ങലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ നേരെ വിട്ടു അടുക്കളയിലേക്ക്. അവിടെ നല്ല അടിപൊളി നെയ്ച്ചോറും കോഴിക്കറിയും. വേറെ എന്തെങ്കിലും വേണോ? എന്തായാലും സദ്യ അങ്ങോട്ട് ഗംഭീരാക്കി. രാത്രി പരിപാടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പരിപാടി കളർഫുൾ ആവണമെങ്കിൽ അവിടെ ഒരു അടിപൊളി സദ്യ വേണം. നമ്മുടെ നെയ്ച്ചോറും ചിക്കനും വെച്ചലക്കി ഞങ്ങൾ ഒന്നും നോക്കിയില്ല, എല്ലാ കൂട്ടുകാരുടെയും കൂടെ ആയിരുന്നു. സന്തോഷത്തോടു കൂടി അടിച്ച് പൊളിച്ച് കഴിച്ചു. പിന്നെ പരിപാടിക്കിടയിൽ വെളിയിൽ സ്റ്റേജിൽ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ നിന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തോടെ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയും വർത്താനം പറയുകയും ആഹാ എന്താ പറയാ, എല്ലാവരും കൂടി ഒരു കല്യാണ മൂഡിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളല്ലേ, കുറേ ഉണ്ടാവും പറയാൻ. ഈ പരിപാടിയിലേക്ക് സ്നേഹസമ്മാനം തട്ട് കൈമാറുന്നു. നായകന് ആരംഭ നായകർക്ക് തട്ട് കൈമാറും. മൂക്കുത്തി അമ്മൻ പരിവാറിലേക്ക് പരിവാറിൽ നിന്നും ചോറ്റനിക്കര പരിവാറിലേക്ക് തട്ട് കൈമാറും. മൂക്കുത്തി അമ്മൻ പരിവാറിൽ നിന്നും ചോറ്റനിക്കര പരിവാറിലേക്ക് പ്രാണനായിക്കിന് തട്ട്. മൂക്കുത്തി അമ്മൻ പരിവാറിൽ നിന്നും ചോറ്റനിക്കര പരിവാറിലേക്ക് തട്ട് കൈമാറുന്നു. അങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നതിനിടയിൽ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. നമ്മുടെ സ്വന്തം കണ്ണിമാങ്ങ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് വെച്ച് കീച്ചി. നോക്കുമ്പോൾ പരിപാടി എല്ലാവരും കൂടിയിട്ട് അതിനും ഒരു അവസരം തന്നു. എൻ്റെ കലാകാരനെ അവിടെ എനിക്കൊന്ന് കാണിക്കാൻ ഒരുപാട് അവസരം. അപ്പോൾ എല്ലാവരും നമ്മുടെ നിയാഷയുടെയൊക്കെ ഡാൻസ്, എൻ്റെ പാട്ടിൻ്റെ കൂടെ നിയാഷ ഉണ്ടായിരുന്നു, ആര്യ ഉണ്ടായിരുന്നു, കാർത്തികയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളുടെ കലാകാരനെ അവരും പരിഗണിച്ചു, എനിക്ക് വേണ്ടുന്നൊരു വേദി തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം എല്ലാം മറന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ചു ആ പരിപാടി.
ഇനി കുറച്ചു നേരം പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ കുറച്ചധികം ചടങ്ങുകളുടെയും നിമിഷങ്ങളാണ്. അപ്പം എന്തായാലും ഇതൊക്കെ കാണാൻ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. വേറൊന്നുമല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കുറേ ചടങ്ങുകളൊക്കെ കാണുന്നത്. നമ്മൾ കാണുന്ന പോലെയല്ല, ഒരുപാട് ചടങ്ങുകളും വ്യത്യസ്തതകളും ഒരുപാടുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കഥകളും ഒക്കെ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒരു കൂട്ടായ്മയുടെ, ഒരു പ്രാർത്ഥനയുടെ ഫലം. പ്രാർത്ഥനാപൂർവം വേദി ഒരുക്കിയ ശേഷം താലമേന്തിയ കൂട്ടുകാർക്കൊപ്പം സിനുവിനെ വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണിത്. അപ്പോൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി സിനുവിനെ വേദിയിലേക്ക് ആനയിച്ചു കയറ്റി. അങ്ങനെ അതിഗംഭീരമായ ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ശേഷം സിനു വേദിയിലെത്തി പ്രാർത്ഥനാപൂർവം വിളക്കൊക്കെ തെളിയിച്ച് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ സന്തോഷി മാതയോട് എല്ലാ പ്രാർത്ഥനകളും അതുപോലെ തന്നെ സന്തോഷങ്ങളും എല്ലാം പ്രാർത്ഥിച്ച് അറിയിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് സിനു കടന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും സിനുവിന് നമ്മുടെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും സിനുവിന് മാത്രമല്ല സിനുവിനും സിനുവിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ നേരെയാണ്. രാത്രി വളരെ വൈകി നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പം അങ്ങനെ സിനുവിന് ഒരു സമ്മാനമൊക്കെ ലഭിച്ചു. സിനുവിൻ്റെ മമ്മി ഒരു മാലയൊക്കെ കഴുത്തിൽ ചാർത്തി കൊടുത്തു. അങ്ങനെ എന്തായാലും സിനുവിൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും സിനുവിൻ്റെ വർഷപൂജ കാഴ്ചകൾ കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നെയുള്ളൂ. രാത്രി വളരെ വൈകി നടന്നൊരു ചടങ്ങാണ്.
കുറേ ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കണ്ട ഇൻസ്റ്റഗ്രാമിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും അറിയിച്ചും അവരോടൊക്കെ സ്നേഹം പങ്കിട്ടുകൊണ്ടും നമ്മുടെ ഈ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ചടങ്ങും കാഴ്ചകൾക്കും ഒക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാക്ഷിയാവാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോവുകയും ഇവരെയൊക്കെ ഒന്ന് അടുത്തറിയാനും ചേർത്ത് നിർത്താനും ഒക്കെ നിങ്ങളും ശ്രമിക്കണം. അപ്പം എന്തായാലും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എന്തായാലും ഈ വീഡിയോയുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റിൽ ഒന്ന് പറയണേ. പറയാണ്ടിരിക്കണ്ട. കുറേ നേരം ഉറക്കമൊഴിച്ചെഴുന്ന് നമ്മൾ എടുത്തതാണ് ഈ ഒരു വീഡിയോ കാഴ്ചകളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എന്നും നമ്മുടെ കൂടെ വേണം. അപ്പോൾ എന്തായാലും ശരി, ബൈ. കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ.